ഗ്രാമം. പൊൻകതിർ വീശിക്കൊണ്ട് പൊൻപുലരി അതാ പൊട്ടിയിടുന്നു. കളകളാരവത്തോടെ ഒഴുകുന്ന പുഴയോരത്തു നിന്നും വൃക്ഷലതാദികളിൽ പക്ഷികളുടെ കളഭോജനം കേൾക്കാം. പുഴയുടെ ഓരം ചേർന്നുള്ള ഇടവായിലൂടെ അതാ ഒരു സുന്ദരിയായ പെൺകുട്ടി മന്ദം മന്ദം നടന്നു വരുന്നു. ആരാണവൾ എന്നല്ലേ പറയാം. കുസുമാലയത്തിലെ ബെന്നിയുടെയും ലാലിയുടെയും ഓമനപുത്രി സിതാര. അതെ, ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നു മണിയങ്കുന്നിലെ സിതാര. നാട്ടിലും വീട്ടിലും ഓമനയായി വിദ്യാലയത്തിലെ കൺമണിയായി ആനന്ദം എല്ലാവർക്കും ഏകിയെന്നും അഭിമാനമാണവൾ രാജ്യത്തിനും. അതെ, സിതാര പഠനത്തിലും സ്വഭാവത്തിലും സമർത്ഥയാണവൾ. കലാകായിക മത്സരങ്ങളിൽ മികവൂറ്റവൾ. അധ്യാപകർക്ക് കണ്ണിലുണ്ണി, മാതാപിതാക്കളുടെ പൊന്നോമന, അവരുടെ ഏകപുത്രി, കൂട്ടുകാർക്ക് പ്രിയങ്കരി. ഒരു ദിവസം അവൾ വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴി ഒരു അപരിചിതനായ യുവാവ് അവളെ സമീപിച്ചു. സിതാരെ എന്ന് അവൻ അവളെ സ്നേഹപൂർവ്വം വിളിച്ചു. പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവൻ അവളോട് പറഞ്ഞു, അറിയില്ലേ എന്നെ? ഇല്ല, എനിക്കറിയില്ല, അവൾ അല്പം ശങ്കയോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്നെ അറിയാം. ഇനി മുതൽ നമ്മൾ പരിചയക്കാരാകും. നീ വളരെ നല്ലൊരു കുട്ടിയല്ലേ. ഇന്നാ നിനക്കൊരു കൊച്ചു സമ്മാനം. വേണ്ട, എനിക്ക് വേണ്ട, അവൾ അല്പം നീരസത്തോടെ പറഞ്ഞു. അങ്ങനെ പറയല്ലേ മോളെ, നീ ഒന്ന് തുറന്നു നോക്കൂ, കഴിക്കണ്ട. മനസ്സിലെ മനസ്സോടെ സിതാര അത് വാങ്ങി തുറന്നു നോക്കി. കണ്ണഞ്ചിപ്പിക്കുന്ന നിറത്തിൽ പറഞ്ഞ കടലാസിൽ പൊതിഞ്ഞ മിഠായി. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് നീ ഒന്ന് കഴിച്ചാൽ നിനക്ക് നല്ല ആരോഗ്യവും ആനന്ദവും ലഭിക്കും. ഒന്ന് കഴിച്ചു നോക്കൂന്നേ. അവന്റെ നിർബന്ധത്തിന് വാങ്ങി സിതാര മിഠായി വായിലിട്ടു. നല്ല രുചിയില്ലേ? ഇനിയും തരാൻ കേട്ടോ. ആരോടും ഒന്നും നീ വാങ്ങരുതേ എന്ന് അച്ഛനും അമ്മയും ചൊല്ലിയെന്നും യാത്രയാക്കിയിടുന്ന കാര്യങ്ങൾ ഓർത്ത് ഭയം തോന്നി സിതാരയ്ക്ക്. മിഠായിയുടെ രുചി ആസ്വദിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് മനസ്സിന് എന്തെന്നുമില്ലാത്ത ഒരു ആനന്ദം, ശരീരത്തിന് എന്തൊരു ശക്തി, ധൈര്യം. അന്ന് അവൾ കൂട്ടുകാരുടെ താരമായി, പദവിയിൽ കവിഞ്ഞ് അവൾ സംസാരിച്ചു. കൂട്ടുകാർ അവളെ വിസ്മയത്തോടെ നോക്കി. എന്ത് പറ്റിയവൾക്ക്? അന്ന് സ്കൂൾ വിട്ട ശേഷം കുറച്ചു നേരം കൂടി അവൾ കൂട്ടുകാർക്കൊപ്പം കളിച്ചു നിന്നു. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. എനിക്ക് തല ചുറ്റുന്നു, അവൾ കൂട്ടുകാരോട് പറഞ്ഞു. അമ്മേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് നിലപതിച്ചു. കൂട്ടുകാർ അവളെ സിതാര എന്ന് വിളിച്ച് കുറെ എണീപ്പിക്കാൻ നോക്കി. പക്ഷെ അവർക്കതിന് സാധിച്ചില്ല. ഒരാൾ ടീച്ചറെ വിളിക്കാനോടി, മറ്റൊരാൾ വെള്ളമെടുക്കാനോടി, ഒരാൾ സിതാരയുടെ കൂടെ തന്നെ ഇരുന്നു. അധ്യാപകരെല്ലാരും ഓടിയെത്തി വെള്ളമെടുത്തു തളിച്ചു നോക്കി. ഭീതിയോടെല്ലാരും ഉറ്റുനോക്കി. ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. എന്നും 5 മണിക്ക് തന്നെ വീട്ടിലെത്തുന്ന തന്റെ പൊന്നോമനയെ കാണാതെ അമ്മ ലാലി വെളിയിലേക്ക് കണ്ണു നട്ട് നോക്കി നിൽക്കുകയാണ്. അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല. ഓരോ നിമിഷവും ഓരോ മണിക്കൂർ പോലെ ഇഴഞ്ഞു പോയി. വഴി പോകുന്ന ആളുകളോടെല്ലാം അവൾ ചോദിച്ചു, എന്റെ മോളെ കണ്ടോ? ഇല്ല എന്നായിരുന്നു എല്ലാവരുടെയും മറുപടി. പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധയിൽ ഒരു ഓട്ടോറിക്ഷ പെട്ടത്. തന്റെ വീടിന് ലക്ഷ്യമാക്കിയാണല്ലോ അത് വരുന്നത്. ആ ഓട്ടോറിക്ഷയിലേക്ക് അവൾ ഒന്നേ നോക്കിയുള്ളൂ. സിതാരയെ താങ്ങി പിടിച്ചുകൊണ്ട് 2 അധ്യാപികമാർ അവൾക്ക് നേരെ വന്നു. കണ്ണുകൾ തുറക്കാൻ പൊന്നോമനയ്ക്ക് എന്ത് പറ്റി? അമ്മലാലി അല്ലമുറയിട്ട് കരഞ്ഞു. എന്റെ ദൈവമേ, എന്ത് പറ്റി എന്റെ മോൾക്ക്? അകത്തേക്ക് കയറിയ അധ്യാപികമാർ സിതാരയെ ഒരു കട്ടിലിൽ കിടത്തി. അമ്മലാലി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ കരയല്ലേ, എന്താ നടന്നതെന്ന് ഞങ്ങൾ പറയാം. ആശുപത്രിയിൽ നിന്ന് അവളൊന്ന് ശാഠിച്ചു. അരുതാത്തത് എന്തോ ഒന്ന് അവളുടെ വയറ്റിൽ പോയിട്ടുണ്ട്. എന്താണെന്നറിയാൻ രക്തം പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട്. പാടിക്കരഞ്ഞൊരു പൂവ് പോലെ ഖേദമോടെ കണ്ടു ഓമനയെ. വാരിപ്പുണർന്നമ്മ കേഴുകയായി നിശ്ചലമായ തന്നോമനയെ. ലാലിയുടെ പതിവില്ലാത്ത കരച്ചിൽ കേട്ട് അയൽക്കാരെല്ലാം ഓടിയെത്തി. വിവരം അറിഞ്ഞ് ബെന്നിയും ഓഫീസിൽ നിന്ന് എത്തിച്ചേർന്നു. മോളെ സിതാരേ, ബെന്നിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും തേങ്ങി. അപ്പോഴാണ് അവളുടെ റിസൾട്ടുമായി അവളുടെ വർഗീസ് മാസ്റ്റർ അവിടെ എത്തിച്ചേർന്നത്. ബെന്നിയെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം എന്തോ ഒന്ന്
പറഞ്ഞു. എല്ലാവരുടെയും മനസ്സിൽ ഭീതി പടർന്നു. അന്തരീക്ഷം പെട്ടെന്ന് മൂകമായി. അദ്ദേഹം പറഞ്ഞു, ബെന്നി, മാരകമായ വിഷമാണ് അവൾ കഴിച്ചിട്ടുള്ളത്. ഭാഗ്യത്തിന് ഛർദ്ദിച്ചത് കൊണ്ട് കാഠിന്യം കുറഞ്ഞു. എങ്കിലും മരുന്ന് എഴുതിയിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം ബോധം തെളിയുമെന്നാണ് ഡോക്ടറുടെ മറുപടി. ഇതിനകം ലഹരി വിരുദ്ധ സമിതി അറിയിച്ചതിനനുസരിച്ച് പോലീസുകാർ വന്നെത്തി. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ അവർ കുട്ടിയുടെ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. കേസ് ഫയൽ ചെയ്ത് അന്വേഷിക്കാമെന്ന് ഉറപ്പ് നൽകി അവർ തിരിച്ചുപോയി. കണ്ണു പറിക്കാതെ നോക്കി നിന്നു മാതാപിതാക്കളെ പൊന്നുമോളെ. വേദനയോടവർ കേയുകയായി. കണ്ണു തുറക്കെന്റെ പൊന്നുമോളെ. പൊന്നോമനയുടെ മുഖത്തു നിന്നും കണ്ണു പറിക്കാതെ ലാലിയും ബെന്നിയും അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അവർ പ്രാർത്ഥിച്ചു. സിത്താരയുടെ വിളറി വെളുത്ത കവിൾ തടങ്ങളിലൂടെ ലാലിയുടെ വിരലുകൾ മന്ദം മന്ദം ചലിച്ചിരുന്നു. പെട്ടെന്നാണ് സിത്താരയുടെ കൺപോളകൾ ചലനാത്മകമായത്. അവൾ കണ്ണു തുറന്നു. അമ്മയുടെയും അച്ഛന്റെയും മുഖത്ത് മാറി മാറി നോക്കി. അമ്മേ! അതൊരു ദീനരോധനമായിരുന്നു. ബെന്നി തന്റെ ചുമലിലേക്ക് ചാരി കിടത്തിക്കൊണ്ട് പറഞ്ഞു, മോളെ, മോൾക്കൊന്നുമില്ല. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലാണ്. ദൈവം നിന്നെ രക്ഷിച്ചു. അച്ഛനും അമ്മയും കൈവിടാതെ തൻ കൊച്ചു സിതാരയെ പുൽകി നിന്നു. ദൈവത്തിനായിരം നന്ദി ചൊല്ലാം. കൈകളിൽ താങ്ങിക്കൊണ്ടോതി മെല്ലെ. സിതാര അവൾ സന്തോഷത്തോടെതായി. പിറ്റേ ദിവസം മണിയക്കുന്ന് ഗ്രാമത്തിൽ ഒരു പുതിയ സംഭവം അരങ്ങേറുകയായിരുന്നു. തലേ ദിവസത്തെ അനുഷ്ഠിത സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ സ്കൂൾ പരിസരത്തു നിന്നും ഒരു അപരിചിതനായ യുവാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് നടന്ന സംഭവത്തിന്റെ ചുരുളയുന്നത്. സിത്താരയ്ക്ക് മിഠായി നൽകിയത് മുരുകൻ എന്ന പേരുള്ള ഒരു യുവാവായിരുന്നു. കഞ്ചാവും മയക്കുമരുന്ന് ലഹരി വസ്തുക്കളെല്ലാം അവനിൽ നിന്ന് കൈയോടെ പിടികൂടി. പിന്നെ പോലീസുകാർ മുരുകനെ കൊണ്ട് സിത്താരയുടെ വീട്ടിലേക്ക് ഒട്ടുമേ വൈകാതെ വന്നു ചേർന്നു പോലീസുകാർക്കൊപ്പം മുരുകനെന്ന്. തെല്ലു ഭയത്തോടെ നോക്കി നിന്നു മാതാപിതാക്കളും പൊന്നുമോളും. പോലീസുകാർ മുരുകനോട് ഒറ്റ ചോദ്യം, ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? മൗനം പാലിച്ചിരുന്ന മുരുകന്റെ ചുമലിലേക്ക് പെരുമാറിക്കൊണ്ട് ചോദ്യം വീണ്ടും ആവർത്തിച്ചു, ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഭയത്തോടെ അവൻ പറഞ്ഞു, ഉണ്ട്, കണ്ടിട്ടുണ്ട്. എന്താണ് ഇന്നലെ നീ ഇവർക്ക് നൽകിയത്? മൗനം പാലിച്ച മുരുകൻ നിമിഷങ്ങൾക്കകം പറഞ്ഞു, ലഹരി മിഠായി. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം സ്കൂൾ അസംബ്ലിയിൽ വെച്ച് മാതാപിതാക്കളും നാട്ടുകാരും കുട്ടികളും ഒരു പ്രതിജ്ഞ എടുത്തു. ലഹരി വാങ്ങുകയോ അത് വിൽക്കുകയോ തീർന്നു ഗ്രാമം, സംശുദ്ധമായി തീർന്നു പൊന്നു ഗ്രാമം. എങ്ങും നിറഞ്ഞു വിളങ്ങി നിന്നു ശാന്തിയും ഐക്യവും ഐശ്വര്യവും. പരിചയക്കാരോ പരിചയമില്ലാത്തവരോ ഭക്ഷ്യവസ്തുക്കളോ പാനീയങ്ങളോ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്ന സമയത്ത്